എനിക്ക് ഈ പറഞ്ഞ അഭിഷേക് കെ എന്ന് പറഞ്ഞ വ്യക്തിയോട് പേഴ്സണലി ഒരു തരത്തിലുള്ള എന്തുമില്ല, ദേഷ്യമോ വൈരാഗ്യമോ ഒരു സംഗതിയില്ല. ഇവർ ബീപ്പ് ഇട്ടു, അതൊരു ടോക്സിക് പേജിലാണ് വരുന്നത്. അവരേത് വാക്കിലേക്കാവും അത് മിസ്ലീഡ് ചെയ്യാം? നിങ്ങൾ നേരത്തെ പറഞ്ഞ കെ എന്ന് പറഞ്ഞ വാക്കിൽ അല്ലേ? ഞാനിവൻ പോയതിനു ശേഷം വീണ്ടും ആ പയ്യനെ ഇന്നത് ഏറ്റവും ആഗ്രഹമുള്ള പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ അറിയുന്നത് ഇവന് എന്നോട് ഇത്ര ദേഷ്യം എന്നുള്ളത്. നന്ദു എൻ്റെ റിലേഷൻ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം. അപ്പം അതിലൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതിലൊരു ചോദ്യമോ അതിലൊരു ഓഡിറ്റിങ്ങോ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാൻ എവിടെയാണോ സക്സസ്ഫുൾ ആയി എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റ്, അതാണ് എനിക്ക് കപ്പടിച്ച മൊമെന്റ്. ഇവിടെ കണ്ട ഒരു ബിഗ് ബോസ് അല്ലായിരുന്നു അവിടെ വന്നുള്ള തിരിച്ചറിവാണ്. എവിടെയാ ശരിക്കും പണിപാളി? അങ്ങനെ ഒരു പണിപാളിച്ചില്ല. പണിപാളി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എനിക്ക്. ഞാൻ അതിനോട് ഒട്ടും ഞാൻ പണിപാളി എന്ന് പറയില്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ ഇവന്റെ പണി പാളിയോ അല്ലെങ്കിൽ പോയോ എന്ന് ചോദിക്കാം. ഈ ബിഗ് ബോസ് ട്രോഫി അതൊരു ഓർഗാനിക് ആയിട്ട് വന്നോട്ടെ. എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്ത ഒരാളാണ്. ഓരോ വ്യക്തികളുടെ അടുത്ത് പോയിട്ടും ഞാൻ മണി ബോക്സ് വരികയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കും, നിങ്ങൾ എത്ര രൂപയ്ക്ക് നിങ്ങൾ എടുത്തിട്ട് പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോടും പറയുന്നുണ്ട്, നിങ്ങളിത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ഇത് ഏതൊരു എമൗണ്ട് വെച്ചാലും എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി. 2 കയ്യിലും ഗ്ലൗസ് ഇട്ട് രാവിലെ ടോയ്ലറ്റിൽ കയറി മറ്റേ ഓയിൽമെൻറ്റും വയറിലിട്ട് തേച്ച് ടിഷ്യൂ പേപ്പറും വെച്ച് ലാസ്റ്റ് ഗെയിം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞു, എനിക്ക് സിജോനോട് മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. പുറത്തിറങ്ങുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ കളയുമ്പോൾ ചോരയാണ് അതിനകത്ത്. ആളുകൾ വന്നിട്ട് സായി എന്ന് വിളിക്കുന്നുണ്ട്, കണ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, കണ്ണാപ്പി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. കാരണം കുറേ കാലമായിട്ട് ഏജന്റ്, സീക്രട്ട് ഏജന്റ്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിയുള്ള ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. ഹാർവിയോറ പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ ഇന്ന് സായി കൃഷ്ണ. കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയായിരുന്നു അല്ലെ, ഏജന്റ് അല്ലെ, സീക്രട്ട് ഏജന്റ് എന്ന് പറയായിരുന്നു. സായി കൃഷ്ണ ഈ കൺഫ്യൂഷൻ എവിടെ നിൽക്കുന്നു അല്ലെ? ആ കൺഫ്യൂഷൻ എവിടേക്കോ സായിലുണ്ടോ ഞാൻ ബിഗ് ബോസിന് ശേഷം എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ? എനിക്ക് ഓൾറെഡി അത് ആദ്യവും ഇപ്പോഴൊക്കെ അറിയാം. റീൽ സ്പേസിലെ സീക്രട്ട് ഏജന്റ് അത് ആ സ്പേസിലാണ്. സായി കൃഷ്ണ ഈസ് എ റിയാലിറ്റി. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയത് ഇത് രണ്ടും കൂടി മിക്സ് ആയ രീതിയിൽ എന്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. എല്ലാരോടും അല്ല, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളോടൊക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഈ ഒരു സീക്രട്ട് ഏജന്റ് സ്വഭാവം വെച്ച് കുറെ കാര്യങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അത് മിക്സ് ആയ സായിന് ശരിക്കും ഈ കേരളാണെങ്കിലും ഇപ്പൊ മലയാളികൾ കണ്ടു തുടങ്ങുന്നത് ശരിക്കും ഈ സീക്രട്ട് ഏജന്റിലാണ് അല്ലെ. ഈ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടുന്നതിന് സെലക്ട് ചെയ്യുന്നതിനും ഒരു റീസൺ അല്ലെ, ഒരു കാരണം അത് സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ? സമകാലിക വിഷയങ്ങളിൽ ഇടപെടുന്നു, അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ, വിവാദങ്ങൾ, മറ്റെന്തോ ആയിക്കോട്ടെ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സീക്രട്ട് ഏജന്റ് എന്താണ് എന്നുള്ളൊരു മുഖമാണ് ബിഗ് ബോസിലോട്ടുള്ള ഒരു എൻട്രിക്ക് കാരണമായെന്ന് വിശ്വസിക്കുന്നില്ലേ? സീക്രട്ട് ഏജന്റ് പേര്, ആ പ്രൊഫൈൽ നോട്ട് എക്സാക്ട്ലി ദാറ്റ് കണ്ടന്റ്. ബിക്കോസ് സീസൺ 5 ഞാൻ ഇന്റർവ്യൂസ് കൊടുത്ത ടൈമിൽ എക്സാക്ട്ലി വാട്ട് സീക്രട്ട് ഏജന്റ് എന്താണോ അതാണ് അവർക്ക് ലൈക്ക് കുറച്ചും കൂടി അവർ ചോദിച്ചതും ഞാൻ ഡെലിവർ ചെയ്തൊരു കാര്യം. ബട്ട് അതൊരു ഈ പറഞ്ഞ പോലെ ഞാൻ അപ്പോഴും ഒരു മാസ്ക്ഡ് സ്റ്റേജിലായിരുന്നു, ഒരു ഓവർ കോൺഫിഡന്റ്, വെരി അറഗന്റ്. എന്റെ ഇന്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ ലെങ്തി ഇന്റർവ്യൂസ് ആണ്. സൂം മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ലെങ്തി സാധനമാണ്. അതായത് ടിക് ഫോർ ടാക്ക് രീതിയിലാണ് ആ സാധനങ്ങളൊക്കെ പോയത്. കമ്മിങ് ടു ദിസ് സീസൺ ഇന്റർവ്യൂ തുടങ്ങിയ ടൈമിൽ തന്നെ അവരെന്നെ ഇങ്ങോട്ട് ചോദിച്ചു, സായി ഒരുപാട് മാറിപ്പോയി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ തന്നെ കുറെ സ്ലോ ഡൗൺ ചെയ്തു. യൂട്യൂബിലാണെങ്കിലും ചെയ്യുന്ന വീഡിയോസ് അത് ഫ്രണ്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ എന്ത് പറ്റിയിടേ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് കയറി തുടങ്ങി. ഈ മാറ്റം ശരിക്കും ബോധപൂർവമാണോ? പിന്നെ ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈവൻ ഇന്റർവ്യൂ ടൈമിലാണെങ്കിലും ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, സി ഐ വോണ്ട് ദീസ് തിങ്സ്. എൻ്റെ ലൈഫ് നമുക്ക്, ഞാൻ 100 days ആയിട്ടല്ല ബിഗ് ബോസ് കാണുന്നത്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അതിപ്പോൾ എത്ര പേർക്ക് അതങ്ങനെ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും ഈ ബിഗ് ബോസിനകത്തോട്ട് വരുമ്പോൾ ഈ കണ്ടസ്റ്റൻസ് ഡേ 1 മുതൽ എങ്ങനെ ഗെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങനെ കളിക്കുന്നു, ഗെയിം സ്ട്രാറ്റജി മറ്റെന്തും ആയിക്കോട്ടെ, ഇത് കണ്ടത് മുതൽ ഫാൻസ് ആവുന്നവരുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് പോകുന്നേക്കാൾ മുമ്പായിട്ട് ഉണ്ടാവുന്ന ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. സായിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയുള്ള ഒരാളാണ്. സായി ഇവിടെ എത്തുന്നു, സായിക്ക് ഓൾറെഡി ഒരു സപ്പോർട്ട് കിട്ടുന്നു, സായി അവിടെ പോയി തകർക്കും. ഈ എക്സ്പെക്ടേഷൻ വരുന്നത് ആക്ച്വലി സീക്രട്ട് ഏജന്റിലൂടെ കണ്ട സായിനെ കൊണ്ടാണ് അല്ലെ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലെ. തീർച്ചയായിട്ടും ഇത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ചേഞ്ച്
ചേഞ്ച് എവിടെയൊക്കെയോ ഇത് ഈ പ്രഷറിലെ സിറ്റുവേഷനിൽ എനിക്കത് സർവൈവ് ചെയ്തും പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലുകൊണ്ടാണോ, ഇല്ലെങ്കിൽ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാലും എനിക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ എന്നെ ഉള്ളിലെ സായും കണ്ണനും ഒക്കെ വരും എന്നുള്ള തോന്നലാണോ? എവിടെ ഈ മാറ്റം വന്നത്? തോന്നലുകൊണ്ടും അല്ല മാറ്റം വന്നത്. ഐ വാസ് പ്രിപ്പയർഡ് ബിക്കോസ് ഞാൻ ഇതിന്റെ ഓഡീഷൻ കൊടുത്ത ടൈമിൽ ഓഡീഷൻ എടുക്കുന്നവർ മണ്ടന്മാരല്ലല്ലോ, അവർ ടോപ്പ് നോച്ച് ആളുകളാണ്. ഈ റിയാലിറ്റി ഷോ അല്ല, കുറെ റിയാലിറ്റി ഷോസിന് ആളുകൾ എടുക്കുന്നവരാണ്. ദേ നോ എ മാസ്ഡ് പേഴ്സൺ ആൻഡ് എ റിയൽ പേഴ്സൺ. സോ അവർക്ക് കൃത്യമായിട്ട് അറിയാം വാട്ട് ഐ എം ഗോയിങ് ടു ഡെലിവർ. അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണത്. പിന്നെ ഈ ബാഗേജ് എനിക്കുണ്ടായിരുന്നു, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പൊ ഇവൻ കയറുമ്പോൾ ഇങ്ങനെ ചെയ്യും, അതിന് എനിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ബാഗേജ് ഞാൻ ഡെലിവർ ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിലുണ്ട്. ഒരു ഫസ്റ്റ് ഒരു 1 or 2 days ഇതിനെ ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഡെലിവർ ആയോ ഇല്ല. ഫ്രം ദ സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് എനിക്ക് ഞാൻ തന്നെ അത് മനസ്സിലാക്കി, നോ നോട്ട് ദിസ്. ബിക്കോസ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എൻ്റെതായ ക്ലൻസിങ് പ്രോസസ്സുകളുണ്ട്, എനിക്ക് എൻ്റെതായ റെക്ടിഫിക്കേഷൻസ് വരുത്താനുണ്ട്. സോ ദിസ് ഈസ് ദ ബെറ്റർ സ്പേസ്, ബെറ്റർ സ്റ്റേബിൾ സർഫസ്. അതാണ് എനിക്ക് അതാണ് ഗ്രൗണ്ട്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് അല്ല, വേറെ ഒരു രീതിയിലും എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു കാര്യങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഞാനൊരു കാര്യത്തിലും പോയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ഫ്രം ഏറ്റവും ബോട്ടം ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഏറ്റവും ചെറിയ ക്വാളിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രാങ്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോയാൽ ഫ്ലഷ് അടിക്കുന്ന കാര്യം മുതൽ, ചെറിയ കാര്യം മുതൽ ഞാൻ റെക്ടിഫൈ ചെയ്ത് തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു, ആ പ്രോസസ്സ് ഒരുപാട് എൻജോയ്. ശരിക്കും ഈ സിറ്റുവേഷൻ തന്നെ മുൻ സീസണുകളിലായിട്ടും ഈ കണ്ടസ്റ്റൻസ് ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് പോന്നിട്ടുള്ളത് അല്ലേ? ഈ സർവൈവ് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും പല സിറ്റുവേഷനിലാണെങ്കിലും ഇതിന് കൃത്യമായിട്ട് പുറത്തിരുന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ അങ്ങേയറ്റം കീറി ഒട്ടിച്ചുള്ള ഒരാളാണ്. പോകുന്നതിന് മുമ്പും സായി പറഞ്ഞൊരു സാധനം, ഞാൻ എല്ലാ നോമിനേഷനിലും ഉണ്ടായിരിക്കും, ജയിലുണ്ടായിരിക്കും, അവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റും എൻ്റെ മാക്സിമം ചെയ്യും എന്ന് പറയുന്ന ഒട്ടാണ്. ഇതിൽ കൂടിയാണ് എവിടേക്കും ഈ എക്സ്പെക്ടേഷൻ വരുന്നത് അല്ലെ? ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ പല പരാമർശങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ഗാലറി ഇരുന്ന് കളി കാണുന്ന പോലെയല്ല കളത്തിലിറങ്ങുന്നത്. റോബിൻ വരെ തിരിച്ചു പറഞ്ഞൊരു കാര്യമായിരുന്നു എന്നുള്ളത്. എവിടേക്കോ ഇവിടെ കണ്ട ഒരു ബിഗ് ബോസ് അല്ലായിരുന്നു അവിടെ വന്നുള്ള തിരിച്ചറിവാണ്. എവിടെയാ ശരിക്കും പണിപാളി? അങ്ങനെ ഒരു പണിപാളിച്ചില്ല. പണിപാളി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ എനിക്ക്. ഞാൻ അതിനോട് ഒട്ടും ഞാൻ പണിപാളി എന്ന് പറയില്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ ഇവന്റെ പണി പാളിയോ അല്ലെങ്കിൽ പോയോ എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെലിവർ ചെയ്തു. എന്റെ ഇന്റർവ്യൂസിൽ ഞാൻ കൊടുത്ത ഒരു ഇൻപുട്ട് ഉണ്ട്, അവരതിന്റെ മുകളിൽ തന്നെ എടുത്ത്. അപ്പൊ അതിന്റെ മുകളിൽ എന്നെ എടുക്കുമ്പോൾ ഞാൻ അതിന്റെ മുകളിൽ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞിറങ്ങിയപ്പോഴും ദേ ആർ ടെല്ലിങ് മീ യു ആർ ദ വൺ ഓഫ് ദി സ്വീറ്റസ്റ്റ് പേഴ്സൺ. ഞങ്ങൾക്ക് എന്താണോ സായി കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയായിട്ട് കാണേണ്ടത് യു ഡെലിവേർഡ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഡെലിവർ ചെയ്തു. അതാണ് അവരുടെയും കോള്. എന്റെ സാറ്റിസ്ഫൈങ് മൊമെന്റ്സും അതാണ്. അതായത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു മൊമെന്റ്, എന്റെ ആവശ്യങ്ങൾ അതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്പേസിൽ ഇരുന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ റീൽ. എവിടേക്കോ ബിഗ് ബോസ് എന്നുള്ളൊരു നേട്ടം സായിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് തിരിച്ചു കിട്ടിയ കുടുംബം എന്നുള്ള രീതിയിലേക്കാൾ മേലെ വരില്ല ഒരു ബിഗ് ബോസ് ട്രോഫി എന്ന് പറഞ്ഞാൽ. ഞാനത് തുറന്നു പറഞ്ഞ ഒരാളാണ്. ഈ ബിഗ് ബോസ് ട്രോഫി അതൊരു ഓർഗാനിക് ആയിട്ട് വന്നോട്ടെ. എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്ത ഒരാളാണ്. ഞാൻ ആ സ്പീച്ചാണ് ഞാൻ ഡെലിവർ ചെയ്തത്. ഞാൻ മണി ബോക്സ് എടുത്ത സമയത്ത്. പക്ഷേ ഈ മണി ബോക്സ് എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ 5 lakhs ആണ് സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ 50 ആണെങ്കിൽ പോലും ഞാൻ എടുക്കുന്നുള്ളത്. അപ്പൊ ഈ 50 ആണെങ്കിൽ എടുക്കുന്നത് പോലെ കൊടുത്ത് എവിടേക്കോ ഈ പൈസയല്ല ലക്ഷ്യം എന്നുള്ള എവിടേക്കോ തോന്നലുണ്ട് അല്ലെ? പൈസയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കിട്ടാനാ നോക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വരില്ല. 50 രൂപ ആണെങ്കിൽ പോലും എടുക്കുക. എവിടേക്കോ തോന്നലുണ്ടോ മറുവശത്ത് ഞാനൊരു ഫിനാലിൽ എത്തില്ല എങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കും, മണി ബോക്സ് എടുക്കുന്നതായിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? ഫിനാലയിൽ എത്തും എത്തില്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു എവിക്ഷൻ കഴിഞ്ഞ് നമ്മൾ സർവൈവ് ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയും. അതിനകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിലും പുറത്തുള്ള ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇത് അറിയാന്നുണ്ടെങ്കിൽ ഒരു എവിക്ഷൻ കഴിയണം. പക്ഷെ എങ്ങനെയൊക്കെ പോലും ഡേ 1 മുതൽ നമ്മൾ ഇതൊക്കെ മൈൻഡിൽ തന്നെയല്ലേ, ഈ എവിക്ഷൻ കഴിയും, ഇത്രത്തോളം ടാസ്കുകൾ വരും, ഗെയിം വരും, ഇതൊക്കെ സർവൈവ് ചെയ്യണം, എന്നാൽ പോലും ആ ഒരു ടോപ്പ് 5 എത്തണം, ഇത് കപ്പ് എല്ലാവരുടെയും പ്രതീക്ഷ ഒരാൾക്കേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പലരും വീഴും വാഴും എങ്കിൽ പോലും ഒരാൾക്ക് തന്നെ എത്തുള്ളൂ. പക്ഷേ ഈ പ്രതീക്ഷ എല്ലാവരിലും ഈക്വലാണ് അല്ലെ? ചിലയിടത്ത് ഈ മാറ്റങ്ങൾ വന്നേക്കാം, രീതികൾ വന്നേക്കാം, സപ്പോർട്ട് വന്നേക്കാം, എങ്കിൽ പോലും ഇല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുകയാണ്, പ്രതീക്ഷ നമുക്ക് എങ്ങനെയാ വരുന്നത്? നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ഒരു അറിയണം. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എന്താണോ, നമ്മളെ നറേഷൻ എന്താണോ, അത് ആളുകളിലേക്ക് എങ്ങനെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, നമുക്കൊന്നുമില്ല. ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്സിൽ കയ്യടി കിട്ടും എന്നൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനകത്ത് വരുമ്പോൾ ആര് പറഞ്ഞാലും കയ്യടി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറം വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അതിനകത്ത് എന്താണോ എന്റെ ആവശ്യം, എനിക്ക് എന്താണോ ഡെലിവർ ചെയ്യേണ്ടത്, എന്റെ ആവശ്യങ്ങൾ എന്താണോ, ഞാൻ എവിടെയാണോ സക്സസ്ഫുൾ ആയി എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റ്, അതാണ് എനിക്ക് കപ്പടിച്ച മൊമെന്റ്. ഞാനത് ഓൾറെഡി എന്റെ അച്ഛനോട് സംസാരിച്ചപ്പോഴും വൈഫ് കയറി വന്നപ്പോൾ വൈഫിനോട് സംസാരിച്ചപ്പോഴും പല പല കാര്യങ്ങളും ഞാനത് അച്ചീവ്ഡ് ആണ്. ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ട് ഇനി എനിക്കൊരു കപ്പ് കിട്ടുകയാണെങ്കിൽ ഐ എം ഫൈൻ.
അതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ മണി ബോക്സ് ആണെങ്കിലും ഒഴിവാക്കി ഇപ്പൊ ബോക്സ് എടുത്ത സമയത്ത് മറ്റുള്ളവർക്ക് അത് ഭയങ്കര അതിശയോക്തിയായിരുന്നു എന്തിനു ചെയ്തു എന്നുള്ള രീതിയിൽ അവർക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കൃത്യമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ അടുത്ത് പോയിട്ട് ഞാൻ മണി ബോക്സ് വരികയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കും, നിങ്ങൾ എത്ര രൂപയ്ക്ക് നിങ്ങൾ എടുത്തിട്ട് പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ഇത് ഏതൊരു എമൗണ്ട് വെച്ചാലും എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി. നിങ്ങൾ എന്നോട് കൃത്യമായിട്ട് നിങ്ങളെ ആവശ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഞാൻ അതിന് മാറിത്തരാം. ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. ഇത് ഞാൻ കൃത്യമായി പറയുമ്പോൾ പലരും ഇത് തുറന്ന് പറയുന്നില്ല. ഇത് അവരപ്പോൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുമായിരിക്കും. അങ്ങനെ വിചാരിച്ച് കാണുന്നവര്. നന്ദനയാണ് ഫസ്റ്റ് ഇത് പറയുമ്പോൾ അവൾക്ക് ആവശ്യം പറയുന്നത്. നന്ദന ഇല്ല. അപ്പൊ പിന്നെ ഞാൻ കൃത്യമായി നന്ദന പോയതിനു ശേഷം അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൃത്യമായി അറിയാം ഇന്ന കണ്ടസ്റ്റന്റ് ഇത്ര രൂപയൊക്കെ വന്നാൽ എടുക്കുമായിരിക്കാം. പക്ഷെ അവര് തുറന്ന് പറയുന്നില്ല. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ചിലർ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ചിലർ ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 5 lakhs വന്നിട്ടുണ്ട്. ശരിക്കും പൈസ തന്നെയായിരുന്നില്ല ആവശ്യം, എടുത്തു പോകുന്നതിന്റെ ലക്ഷ്യം ഇല്ല. എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ എന്ത് എമൗണ്ട് ആണെങ്കിലും വിഷയമല്ല, 5 or 50 വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ വന്ന കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസ്. ഞാൻ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനോട് അഡാപ്റ്റ് ആയിപ്പോയി. എനിക്ക് പിന്നെ അവിടെ നടക്കുന്ന സമയമോ കാലോ ഡേറ്റോ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴും റിവൈൻഡ് അടിക്കുമ്പോൾ വരെ എനിക്ക് എന്താ മൈൻഡിൽ ഇല്ല. ബിക്കോസ് ഞാനത് എൻജോയ് ചെയ്ത കൂട്ടത്തിലാണ് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം റിവെഞ്ചോ എന്തെങ്കിലും സാധനം വരുമ്പോഴാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ വളരെ കുറവാണ് എനിക്ക്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംതൃപ്തി വരുന്നത് ഞാൻ സായി കൃഷ്ണനായിട്ട് അല്ലെങ്കിൽ കണ്ണനായിട്ട് അവിടെ നിന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ? സായി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇന്നലെയും മിഞ്ഞാതൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ വന്നിട്ട് സായി എന്ന് വിളിക്കുന്നുണ്ട്, കണ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, കണ്ണാപ്പി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. കാരണം കുറേ കാലമായിട്ട് ഏജന്റ്, സീക്രട്ട് ഏജന്റ് കണ്ടിന്യൂസ് ഞാൻ അത് അന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ഐഡന്റിറ്റി എവിടെയോ ഒരു ഇതായ പോലത്തെ ഒരു സംഗതി അന്ന് എനിക്ക് മൈൻഡിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് അല്ലെ, എന്റെ മാസ്ക് ഒരു ഞാൻ ഇതാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതാണെന്ന് പറയുമ്പോഴും എവിടേക്കോ സായി ചില അഭിപ്രായങ്ങൾ ബോധപൂർവം ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്തു പോയിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയതിനു ശേഷമല്ല, ബിഗ് ബോസ് ഹൗസിനകത്ത് സൗഹൃദങ്ങളിലാണെങ്കിലും ഗെയിംസ് അവരെ കണ്ടസ്റ്റൻസിനോട് സഹമത്സരാർത്ഥികൾ കാണിക്കുന്ന സ്നേഹം കൊണ്ടാണെങ്കിലും ബിഹേവ് ചെയ്യുന്ന രീതി കൊണ്ടാണെങ്കിലും എവിടേക്കോ ക്യാമറയ്ക്ക് മുന്നിലാണ് ഞാൻ ഇവരോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സായി കൃഷ്ണൻ കണ്ണൻ ഇങ്ങനെ ആവണം, അത്തരത്തിൽ ചിന്തകൾ പോയിരുന്നു. അങ്ങനെ ചിന്തകൾ അവതരിപ്പിച്ചതല്ലല്ലോ, ഞാൻ എന്റെ പ്രോസസ്സിലൂടെ പോയതാണ്. ഞാൻ അതിനകത്ത് ഇത് അവതരിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസിനെ പോലെ ഇത് ഡെലിവർ ചെയ്ത് പോയാൽ പോരെ. പക്ഷെ അങ്ങനെയെങ്കിൽ അവിടെ കാണിച്ച സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാണിച്ചത് സത്യമല്ലായിരുന്നൂലേ എന്നുള്ള തോന്നൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്, സഹമത്സരാർത്ഥി ഉണ്ട്, അഭിഷേകായിരുന്നു. എന്താ പറഞ്ഞത്? അഭിഷേക് വന്ന് പറഞ്ഞ കാര്യം, അവിടെ എൻ്റെ അടുത്ത് ഇത്രത്തോളം സഹോദരൻ തുല്യനായിട്ട് ബ്രദറാണ് എന്ന് പറഞ്ഞ ഒരാൾ മാറിയിരുന്ന വേറൊരാളുടെ അടുത്ത് നിന്നുള്ള രീതിയിലേക്ക് ആ മോശം വാക്ക് തെറിയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ആ വാക്കിനൊപ്പം എന്നുള്ള രീതിയിലേക്ക് പറയുന്നു, അവൻ കുണ്ടനാണ് അവൻ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കാണേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഞാനൊരു കേസ് പറയട്ടെ. ഈ റീല് പോസ്റ്റ് ചെയ്ത വ്യക്തി ഒന്ന് ആ പ്രൊഫൈല് നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് ഈ റീൽ എന്താ നോക്കണം. നിങ്ങൾ കണ്ടോ റീല്? കണ്ടിട്ടില്ല. ആ റീല് കണ്ട അതിനകത്ത് ആ പോർഷൻ ബ്ലറാണ്. ആ പോർഷൻ്റെ ഇല്ല, അവിടെ സംസാരമില്ല. ഓക്കെ, ഇപ്പൊ ഈ അവൻ പറഞ്ഞ ടേം അത് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 100% ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വന്ന ടോക്കിനകത്ത് ചിലപ്പോൾ ഇവൻ മണ്ടനാണ് എന്ന് തോന്നാം. അതായത് എനിക്ക് തോന്നാറില്ല ഇവൻ എന്റെ ടീം ഇവൻ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണം. ഈ സംഗതി ബീപ്പ് ഇട്ടാ എന്താവും? പക്ഷെ ബീപ്പിടല്ല, ഈ വാക്ക് കേട്ടു എന്നാണ് അഭിഷേക് പറഞ്ഞത്. വാക്ക് കണ്ട ഒരാൾ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം പറയില്ലല്ലോ. എനിക്ക് സാധനം കിട്ടി സംസാരിച്ചിരുന്നോ? അഭിഷേക് ഫോൺ എടുക്കുന്നില്ല. ഞാൻ കണ്ട് സംസാരിക്കാൻ വിളിച്ചതിന് ശേഷം അഭിഷേക് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഈ സാധനം കൃത്യമായി അഭിഷേകിനോട് കാണിച്ചിട്ട് പറയട്ടെ, ഇതിലെവിടെ ആ സാധനം, ഇത് ഇട്ട വ്യക്തിന്റെ പ്രൊഫൈൽ, അത് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ ബീപ്പ് ഇട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഊഹിച്ച് പറയാൻ പറ്റും ഈ വാക്ക് ഉപയോഗിച്ചത്? പിന്നെ അവരെന്നെ എഴുതിട്ടില്ല, അവരെന്നെ റൈറ്റ് ചെയ്തിട്ടിട്ട് ഇപ്പോ ഒരു ടോക്സിക് പേജിലാണ് ഈ സാധനം വന്നതെന്നുണ്ടെങ്കിൽ അവർ ഏത് ടേം അതിനവിടെ വെക്കുക? വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് ഇവർ ബീപ്പ് ഇട്ടു, അതൊരു ടോക്സിക് പേജിലാണ് വരുന്നത്. അവർ ഏത് വാക്കിലേക്കാവും അത് മിസ്ലീഡ് ചെയ്യുക? നിങ്ങൾ നേരത്തെ പറഞ്ഞ കെ എന്ന് പറഞ്ഞ വാക്കിലേക്ക് അല്ലേ? എക്സാക്ട്ലി ആ വാക്കിലേക്ക് കൊണ്ടെത്തിക്കാനാണ് അവർ നോക്കുക. അവരവിടെ ഇങ്ങനെ ഒരു എഴുത്തു എഴുതിയിട്ടിട്ട് എന്തായിരിക്കാം സായി കൃഷ്ണൻ പറഞ്ഞത്? കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് എത്തും? കമന്റ് ബോക്സിൽ എന്നുള്ള രീതിയിലേക്ക് അഭിപ്രായത്തിലുള്ളൂ. ക്യാപ്ഷനോ ഒന്നില്ലെങ്കിൽ ആ സൗണ്ടിലാണ് നമുക്കത് തിരിച്ചറിയാം. സൗണ്ട് അതിനകത്തില്ല, ബീപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല.
പിന്നെ എന്തുകൊണ്ടായിരിക്കും അഭിഷേക് ഇത്രയും സൗഹൃദത്തുല്യനായിട്ടുള്ള പോലും വിളിച്ച് സംസാരിക്കാതെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവുക? ഇല്ല. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ അതിന്ന് ഇറങ്ങി, ഞാൻ അതിനകത്ത് ഈ അഭിഷേക് എന്ന് പറഞ്ഞ പോയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും സംസാരിക്കുകയും ചെയ്യാം. ഞാൻ ഇവൻ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ഒരു സമയത്ത് ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നത്. എന്റെ അറിവില് അല്ലെങ്കിൽ എന്റെ തോട്ടില് സ്കീനിന്റെ അവിടെ ഇരുന്നിട്ട് ഇവൻ എന്ത് ഈ സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളത് മണ്ടൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് എന്റെ തോട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ പ്രോസസ് ഇതൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് സാധനങ്ങളാണ്. ഇത് ഞാൻ ആ എൻറ്റയർ പ്രോസസ് തന്നെ കുറെ സാധനങ്ങൾ എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് പോയത് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. ഈ ഒരു സാധനം എനിക്ക് നോവേർ എനിക്ക് പിന്നെ റീകോൾ ചെയ്തെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ ഞാൻ ഷുവർ ഷോട്ടായിട്ട് പറയുന്നു, ഞാൻ ആ സംഗതി അവിടെ പറയാൻ ഒരു വഴിയില്ല, ഞാൻ പറയൂല. ഇനി ഈ സംഗതി കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അതിൽ വോയിസ് എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. ഞാൻ കണ്ട റീലിനകത്ത് അവിടെ ബ്ലാങ്ക് ആണ്. ഇവരെ എഴുതിയിട്ടിട്ട് കമന്റ് ബോക്സിൽ ഇവര് തന്നെ കമന്റ് ഇട്ട് പോകുന്നൊരു പരിപാടി. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവനോട് സംസാരിക്കണം, പറയണം, അല്ലെങ്കിൽ അതിന്റെ ക്ലിയർ സാധനം കൊണ്ടുവരണം. അതൊന്നുമില്ല. എനിക്ക് ഈ പറഞ്ഞ അഭിഷേക് കെ എന്ന് പറഞ്ഞ വ്യക്തിയോട് പേഴ്സണലി ഒരു തരത്തിലുള്ള എന്തുമില്ല, ദേഷ്യമോ വൈരാഗ്യമോ ഒരു സംഗതിയില്ല. ഞാൻ അവൻ പോയതിനു ശേഷം ഞാൻ പോണ ദിവസം അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നീ ജോലി എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അവിടെ ലീവ് എഴുതി കൊടുത്ത് പോകുന്ന പുറം വേദന. ഞാനിവൻ പോയതിനു ശേഷം വീണ്ടും ആ പയ്യനെ ഇന്നത് ഏറ്റവും ആഗ്രഹമുള്ള പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇന്നലെ വിഞ്ഞാന്നൊക്കെ അറിയുന്നത് ഇവന് ഇന്നോട് ഇത്ര ദേഷ്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നമ്മളോട് സംസാരിക്കാൻ ബ്ലോക്ക് ചെയ്തു നന്ദന പറയട്ടെ. ഞാൻ ഇവന്റെ പ്രൊഫൈൽ കയറി നോക്കാറുണ്ട്, ചെക്കൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. ഇവൻ ഇന്നെ ബ്ലോക്ക് ചെയ്തോളൂ ഞാറുണ്ട്. അപ്പള ബ്ലോക്ക് ചെയ്താൽ കയറി നോക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ്? ഇല്ലല്ലോ. ഞാൻ കയറി നോക്കുമ്പോൾ അവന്റെ പ്രൊഫൈൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലുള്ള ബ്ലോക്കാ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചിട്ടാവും, ഫോൺ എടുത്തിട്ടില്ല. നന്ദുവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് മേടിക്കുന്നത്. ക്ലിപ്പ് മേടിച്ച് നോക്കുമ്പോഴാണ് ഇത് ഇട്ട പ്രൊഫൈലും ഇത് എഴുതി വെച്ചതും സാധനങ്ങളും ഇത് പറഞ്ഞ ആ ഒരു സ്ഥലവും എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. പറയാതെ വയ്യ. സോ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പൊ എന്തായാലും പറയാതെ വയ്യ എന്നുള്ളത് കുറെ കൂടി കണക്ട് ആയിരിക്കുന്ന ഒരാളാണ്. കാരണം എന്ത് കാര്യത്തിനെ കുറിച്ചും തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യം പറയാം. ഓക്കെ, സോ ഒരുപാട് ആഗ്രഹിച്ച് ബിഗ് ബോസ് ഷോയിൽ എത്തിയെങ്കിലും സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ ഉണ്ടാക്കി വെച്ച ബ്രാൻഡിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഒരു ഗെയിം ചേഞ്ചറായി പെർഫോം ചെയ്യാൻ സായിക്ക് സാധിച്ചില്ല. ഇല്ല. ഒരു ഇതിലും അതിനോട് ഒരു റിഗ്രറ്റ് ചെയ്യോ ഒന്നും ഇല്ല, ബോധപൂർവമാണ്. ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ബോധ്യമുണ്ട്. പണപ്പെട്ടി എടുക്കുന്ന സമയത്ത് നന്ദനയ്ക്ക് അത് കൊടുക്കും എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞത് വെറും ഒരു ഗെയിം സ്ട്രാറ്റജി മാത്രമാണ്. ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് പണപ്പെട്ടി വിട്ടുകൊടുക്കാൻ സായി മനസ്സുകൊണ്ട് തയ്യാറാവുന്നില്ല. പണപ്പെട്ടിയിലെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഞാനും അഭിഷേകും കൂടിയുള്ള സംസാരത്തിൽ അഭിഷേകാണ് എന്നോട് പറഞ്ഞ ഈ ഒരു പ്ലാൻ വേറെ ആരെങ്കിലും എടുക്കാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നീ ഓൾറെഡി എടുക്കുന്നു പറഞ്ഞല്ലേ, വേണമെങ്കിൽ ഒരു വലിയ എമൗണ്ട് നീ എടുത്തിട്ട് പുറത്തിറങ്ങി കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഏറ്റവും ഞാൻ കണ്ടതിൽ ആ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഏറ്റവും സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം മുറുകെ പിടിക്കുന്ന ഒരാളാണ് നന്ദന. നന്ദന അത്രയും ഏൺ ചെയ്ത് ഈ 10-23 വയസ്സിനിടയിൽ അവർക്ക് പറ്റാവുന്ന എല്ലാം ഏൺ ചെയ്ത് ഒരു ലൈഫ് ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ്. ഞാൻ ഇതും പറഞ്ഞ അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വട്ടം തന്നെ ഞങ്ങൾ പണപ്പെട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് നമ്മുടെ റാങ്കിങ് ടാസ്കിൽ വന്ന സമയത്ത് നന്ദന എന്നോടും സിജോനോടും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടന്മാർ ഇനി എന്ത് ചെയ്യരുത്, ഈ സംഗതി എന്നോട് പറയരുത്. അങ്ങനെയുള്ളൊരു കുട്ടീൻ്റെ അടുത്ത് ഞാൻ ഇത് പക്ഷേ എവിടേക്കോ ഇപ്പൊ നമ്മൾ പലപ്പോഴും അതിനകത്ത് അത്രയും സ്നേഹം കണ്ടിട്ടില്ല. പുറത്ത് വന്ന പലവരും നമ്മൾ കാണുന്ന തന്നെ കുറവായിരിക്കും. പക്ഷെ നന്ദനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി എന്നുള്ള വിളി തന്നെ അതിനെ അനർത്ഥമാക്കുന്ന പോലെയാണ് പുറത്ത് വന്നിട്ടാണെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ട്, സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത്. എവിടേക്കും ഒരു റിയൽ സംഭവമാണല്ലോ. അപ്പൊ ആ സ്ഥാനത്ത് നന്ദനയുടെ സെൽഫ് റെസ്പെക്ട് നിൽക്കുമ്പോഴും ഒരു ബ്രദർ എന്നുള്ള രീതിയിലേക്ക് എവിടേക്കും സായി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ നന്ദനയ്ക്ക് ചെയ്യുന്നത് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു, അത് എനിക്ക് വിട്ടു തരിക എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടതും നന്ദു എൻ്റെ റിലേഷൻ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം. അപ്പം അതിലൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതിലൊരു ചോദ്യമോ അതിലൊരു ഓഡിറ്റിങ്ങോ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടി അത്രയും ക്ലോസ്, എൻ്റെ സിസ്റ്ററാണ്, ക്ലോസ് അല്ല എൻ്റെ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് എന്തൊക്കെ ചെയ്യും അതൊക്കെ ഞാൻ ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. സായി അറിയാതെ തന്നെ സായിയുടെ ഭീരുത്വം ബിഗ് ബോസ് ഹൗസിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. എവിടേക്കോ എന്തിനോടൊക്കെയോ ഫൈറ്റ് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഫേസ് ഇപ്പോ പുറത്തു പോവേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ മാസ്ക് വെച്ച് അവിടെ കടന്ന് 4 ഒച്ചയും വിളി ഉണ്ടാക്കി 10 ആളെ ചീത്തയും പറഞ്ഞ് 2 അടിച്ച് പൊട്ടിച്ച് ഞാൻ സുഖമായി നടക്കില്ലേ?
ഒരു രീതിയിലും അത് ആയിരുന്നില്ല, ഒരു വീരത്തോ ഒരു വിട്ടുകൊടുക്കലൊന്നും ആയിരുന്നില്ല. വിട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1-2 ഗെയിമുകൾ, ഉം. ദാറ്റ്സ് മൈ ഗെയിം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ കളിച്ചിട്ടുള്ളത്. അതെൻ്റെ ഒരു കാരണം ഞാൻ പോവാണ് എവിടേക്ക് ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെ എനിക്ക് ഇവിടെ മടുത്തു പറയും, എന്നുള്ളത് തോന്നുന്നു. ഡെഫിനറ്റ്ലി പറയും. ഒരാള് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി 10-20 ദിവസം കൊണ്ട് ടാസ്കിനിടയിൽ ഡിസ്ക് ബൾജായി. ഞാൻ ലിറ്ററലി ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ ഈ റൈറ്റ് ലെഗ് ഇപ്പം ഇരിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ മാറി മാറി ഇരിക്കും. ഈ കാലിൻ്റെ ഈ സൈഡും നമ്മാണ്. ഞാൻ ഈ നംനെസ് വെച്ചിട്ട് അതിനകത്ത് ഇറങ്ങി വന്നത് ഈ ഇരിക്കുന്നത് വരെ. ഇപ്പോൾ വരെ ഞാൻ ജസ്റ്റ് ഡോക്ടറെ കാണിച്ച് റെഫർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല. കാരണം ഇനി അടുത്ത പോകണം, ഇതിന് 10-30 ദിവസം കിടന്നേ പറ്റൂ. ഞാൻ ഈ കാലും വെച്ച് അതിനകത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കൊരു പിടുത്തവുമില്ല. എനിക്ക് ബെൽറ്റ് കിട്ടുന്നത് തന്നെ ഒരു 2-3 ആഴ്ചേൻ്റെ ഉള്ളിലാണ് ഇറങ്ങുന്നതിൻ്റെ. എനിക്ക് നല്ലൊരു ബെഡും ബെൽറ്റും കിട്ടിയത്. അപ്പോൾ പിന്നെ എനിക്കൊരു കുറച്ചൊരു നമുക്ക് മാനസികമായിട്ടെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ. എനിക്ക് ഫിസിയോതെറാപ്പി പറഞ്ഞു തന്നതാകെ 3 രീതിയിലുള്ള വർക്കൗട്ട്സാണ്. അത് ഓക്കെയാണ്. പിന്നെ ജിൻഡോ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. ജിൻഡോ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്ത് ഇങ്ങനെ എനിക്ക് എവിടെയാണോ സുഖം കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. ഈ ബോഡിയിലൂടെ ഇപ്പോൾ എനിക്ക് ആരോടും ചോദിച്ചാൽ ഞാൻ ഒരു 75% ബോഡിയിൽ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു റൈറ്റ് സൈഡ് ഹാഫ് പോയി, നെർവ് ഡാമേജ് ആണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നെർവ് തട്ടുമ്പോഴാണ് ഈ സാധനം നമ്മാവുന്നത്. പെയിൻ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഓരോ വട്ടം മെഡിക്കൽ റൂമിൽ കയറിയിട്ട് പറയാം ഈ പെയിന് പ്രശ്നമില്ല. പെയിൻ ആണെങ്കിൽ എനിക്ക് അറിയാം, ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്. നംനെസ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഈവൻ ലാലേൻ്റെ എപ്പിസോഡിലെ വീണ് കാല് വെച്ചെങ്കിൽ കാല് സ്റ്റേബിൾ ആണ്, ഞാൻ താഴെ പോയി സോഫയ്ക്ക് തന്നെ വീണു. സോഫയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ എന്ത് പറയും? ഈ ഇതിന് പുറമെ ലാസ്റ്റ് ഒരു 20 days ആയിട്ട് ഫിസ്റ്റുലേൻ്റെ പ്രശ്നം. 2 കയ്യിലും ഗ്ലൗസ് ഇട്ട് രാവിലെ ടോയ്ലറ്റ് കയറി മറ്റേ ഓയിൽമെൻറ്റും വയറിലിട്ട് തേച്ച് ടിഷ്യൂ പേപ്പറും വെച്ച് ലാസ്റ്റ് ഗെയിം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞു, എനിക്ക് സിജോനോട് മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. പുറത്തിറങ്ങുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ കളയുമ്പോൾ ചോരയാണ് അതിനകത്ത്. ഞാൻ എൻ്റെ ഫിസിക്കൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ അങ്ങനെ ഒരു സ്ട്രഗിൾ ഫേസിൽ വളരെ കുറവാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ എക്സ്ട്രീം ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ പോയ ഒരാളാണ്. 118 to 40. അപ്പോൾ എൻ്റെ മൈൻഡിലൊരു സീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു പെർട്ടിക്കുലർ വെയിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ഇത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മേ ബി 50-40 വന്നു നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം തന്നെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഒപ്പമുള്ള കണ്ടസ്റ്റൻസ് ഒരാഴ്ച മുന്നേ പോയ ആൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ പറയാണ്, ഡേ ഒരാഴ്ച പെട്ടെന്ന് ഡ്രോപ്പ് ആവണേ, ഭയങ്കരമായിട്ട് ഡ്രോപ്പായി പോയിക്കൊണ്ട്. അപ്പം ഇങ്ങനെ ഫിസിക്കൽ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ പല സാഹചര്യത്തിലും നമ്മളത് പറഞ്ഞു പോകും. അത് പുറത്ത് എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച സ്റ്റേജിൽ ആരാണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു പോകും. നടക്കൂലാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ തുടർന്നു പോരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ കളിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടെ എവിടേക്കോ പെട്ടിയെടുത്ത് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, പെട്ടിയെടുത്ത് പോകാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എന്നേക്കാൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കണം എന്നുള്ളത് താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതും ഒരു തരത്തിൽ വിട്ടുകൊടുക്കൽ തന്നെയല്ലേ. TTFന്റെ സമയത്ത് കൃത്യമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് അഭിഷേകാണ്. സോ സർട്ടൻ സ്റ്റേജുകളിൽ അഭിക്ക് അത് വിട്ടുകൊടുക്കലല്ല, അത് ഈ പറഞ്ഞ മാതിരി ഒരു നമ്മൾ ഫെയർ ഗെയിം കളിക്കണം എന്നുള്ള രീതിക്ക് തന്നെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരു റൗണ്ടിൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു. ഫൈനൽ റൗണ്ടിലേക്ക് പോയപ്പോൾ അവൻ ബെറ്റർ സ്റ്റേജിലാണ്, ഫിസിക്കൽ സ്റ്റേജിൽ. എനിക്ക് കല്ലെടുക്കാൻ പറ്റില്ല, ഞാൻ ബെൽറ്റ് ഇട്ടാണ് കളിക്കുന്നത്. ഞാൻ എൻ്റെ ബോഡി നോക്കണം. അവനെടുത്തു, അവൻ പോയി. പിന്നെ ടീമപ്പ് ആവുന്ന ഗെയിമിലും അവനെ പോയി തോൽപ്പിച്ചിടിച്ച് കുത്തി കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് എന്തായാലും പോകും. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പോയി അതിലും നല്ലത് നീ എടുത്തോ, നെക്സ്റ്റ് ഞാൻ എടുക്കാം, ആ ഒരു സ്റ്റേജ്. ആൻഡ് സോഷ്യൽ മീഡിയയിലെ സീക്രട്ട് ഏജന്റ് വേഴ്സസ് ബിഗ് ബോസിലെ സായി രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും എന്താ മെയിൻലി അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്താ നിങ്ങൾ കണ്ട തന്നെ, സായി കൃഷ്ണൻ ഈസ് ലൈക്ക് നോർമൽ ലൈഫിൽ ഞാൻ എന്താണോ അതാണ് ഞാൻ. ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്. സായി കൃഷ്ണൻ അതാണ്. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഫേസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഒരു സ്പേസിനകത്ത് നമുക്ക് കൃത്യമായി ഇപ്പോൾ നിങ്ങൾക്കൊരു കോണ്ടന്റ് കിട്ടി, നിങ്ങൾ എന്താണെങ്കിലും അതിലൊരു സംഗതി ബിൽഡ് ചെയ്തിട്ടല്ലേ ഡെലിവർ ചെയ്യുക. സോ വി ഗെറ്റ് ദാറ്റ് സ്പേസ്. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചില കാര്യങ്ങളാണ്. ഞാൻ അതിനകത്ത് പോയി കണ്ട കുറേ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ, ടോയ്ലറ്റ്, എൻ്റെ പൊന്നെ ഒരു രീതിയിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടന്റുകളാണ്. അത് പിടിക്കേണ്ടവർക്ക് പിടിക്കാം. ഞാൻ ബേസിക്കലി എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ക്വാളിറ്റി നോക്കുന്ന മനുഷ്യനാണ്. ഞാൻ അതാണ് എന്തെന്നാണ് അടിച്ചിട്ട് ഞാൻ അടിച്ച് ചത്ത് തീരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയത്. എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. യെസ്. ആൻഡ്
ബിഗ് ബോസ് ഹൗസിൽ ചെന്ന ഉടനെ അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് കയറി ചെല്ലാനും മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാനും സായി ശ്രമിച്ചിരുന്നു? ഞാൻ കാണിച്ചിട്ടില്ല. ഇല്ല. തുടക്കത്തിൽ വന്ന സമയത്ത് എന്നുള്ള രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ ജാസ്മിനോട് പോയി ഡെലിവർ ചെയ്ത കാര്യമല്ലേ. ഞാൻ കൃത്യമായിട്ട് ആസ് എ ഫ്രണ്ട് ഞാൻ എന്താണോ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അതാണ് പറഞ്ഞു കൊടുത്തത്. ലാലേട്ടൻ പിന്നെ എന്നോട് ചോദിച്ചു ഇത് ഗെയിം ആണോ എന്ന് ചോദിച്ചു. ജാസ്മിൻ അത് ഗെയിമായിട്ടാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി. ഗെയിമെങ്കിൽ ഗെയിം. ഏതെങ്കിലും ഒരു ടൈമിൽ ഞാൻ അവളോട് പറയുന്നുണ്ട് അതിന് ശേഷം നീ റിയലൈസ് ചെയ്യും, നിന്റെ ഫാമിലി വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. ജാസ്മിന്റെ ഫാദർ വന്ന് നേരെ വന്ന് എനിക്ക് കൈ എന്നിട്ട് പറയുന്നത് ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് പറയാനുള്ള സായിനോടാണ്. അപ്പോ എനിക്ക് ഈ പറഞ്ഞ ഇവിടുന്ന് കണ്ട് വൈൽഡ് കൺട്രിയിൽ പോയ ഒരാൾ കൂടിയാ അല്ലെ? ശരിക്കും കണ്ടിട്ടുണ്ട് കണ്ടസ്റ്റൻസിനെയും കളികളും ഒക്കെ അല്ലെ? ശരിക്കും അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ കണ്ട കളികളല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് തോന്നിയത് ആരുടെ കാര്യത്തിലായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു സംഗതി വന്നത് നമ്മുടെ ശ്രീരേഖ ചേച്ചി. ശ്രീ ചേച്ചീൻ്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രീ ചേച്ചീനെ പുറത്തുനിന്ന് മിസ്റീഡ് ചെയ്യില്ല നമ്മൾ ഒരാളെ, അങ്ങനെ ചെയ്തു ഞാൻ. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ശ്രീ ചേച്ചി ഈസ് എ ഡിഫറെൻറ്റ് സാധനം. ലൈക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഭയങ്കര ശ്രീ ചേച്ചി ഗെയിമിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് കണ്ട ഞാനതൊരു വേറെ എന്തോ രീതിയിൽ ശ്രീ ചേച്ചീനെ വിചാരിച്ചു പോയി. ശ്രീ ചേച്ചി അങ്ങനെയൊന്നും ആയിരുന്നില്ല. ശ്രീ ചേച്ചി വാസ ഭയങ്കര ശരിക്കും അവിടെ ഇത്രത്തോളം കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരാളാണ് അവിടെയെങ്കിൽ ശരിക്കും ഇത്തരത്തിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ മാറ്റി അല്ലെങ്കിൽ ഈ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ കാണുന്നു അതനുസരിച്ചാണ് വിലയിരുത്തുന്നത്. അതല്ലേ ശരിയപ്പോ? അതായത് ഒരു നറേഷൻ കാണും എല്ലാ വ്യക്തികൾക്കും. ഇപ്പോൾ നിങ്ങളൊരു 10 മണിക്കൂർ നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ബാക്കി നിങ്ങൾ നോക്കണ്ട, 10 മണിക്കൂർ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. നിങ്ങളൊരു 8 കോണ്ടന്റ് ബേസിൽ നോക്കണം, ഒരു 8 ആക്ടിവിറ്റി ചെയ്യുന്നു അല്ലെങ്കിൽ 10 ആക്ടിവിറ്റി ചെയ്യുന്നു. ചിലർ ഫുള്ളാക്കാൻ പറ്റും, 10 ചെയ്യാൻ പറ്റും, ചിലർക്ക് 8 ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ വേറൊരു വ്യക്തി ചൂസ് ചെയ്തിട്ടാണ് ഈ കോണ്ടന്റുകൾ, അവരുടെ കയ്യിലാണ് ഇത് ചൂസ് ചെയ്യണം വേണ്ട എന്നുള്ളത്. അപ്പം നമ്മുടെ നറേഷൻ അല്ല, നമ്മൾ എൻറ്റയർ സാധനമല്ല, അവരെ പെർസ്പെക്റ്റീവിലുള്ള ഒരു നറേഷനാണ് പോവുക. സോ ആ നറേറ്റീവ് എന്താണെന്നുള്ളത് നമുക്കൊരിക്കലും കാണാതെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് എൻ്റെ നറേഷൻ അറിയാൻ പറ്റും. ഞാൻ പലപ്പോഴും അതിനകത്തുനിന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നറേഷൻ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ളത്. യെസ്. ആൻഡ് കാറിനകത്ത് മാത്രമായിരുന്ന സായി എന്ന വ്യക്തിക്ക് ചങ്കറപ്പോടെ സംസാരിക്കാൻ കഴിയൂ എന്ന വിവാദ ട്രോളുകളോട് സായിക്ക് പ്രതികരിക്കാനുള്ളത് എങ്ങനെയാണ്? നേരിട്ട് വന്നാൽ മതി. അതിനകത്ത് ഈ മറ്റേ ഗോൾഡ് വിഷിനെ അതിൻ്റെ ടാങ്കിൽ തന്നെ എത്തിപ്പെട്ടാൽ മാത്രമേ അത് പെർഫോം ചെയ്യുന്നു പറഞ്ഞ പോലെ. അതെന്താ പറയുക, എന്നെ ആരും കണ്ടിട്ടില്ലല്ലോ. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് നാട്ടുകാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ UK കിടക്കുന്ന ഒരാൾ കാണുന്നത് സീക്രട്ട് ഏജൻ്റ് ആണ്. ആ വ്യക്തി എങ്ങനെ എന്നോട് എന്നുള്ളതും ഉണ്ട് പേഴ്സണൽ ലൈഫിൽ. മര്യാദക്കാണെങ്കിൽ മര്യാദക്കാണ്, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അല്ലാത്ത സ്പേസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെ പോലെ റിയാക്ട് ചെയ്യാം, എന്തും ചെയ്യാം, അങ്ങനെയാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് എപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി റിലേഷൻ എല്ലായിടത്തും കീപ്പ് ചെയ്യുക എന്നുള്ള. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് കളയും, അങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് ചുമ്മാ എന്തിനത്. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് സായി കൃഷ്ണൻ എന്നുള്ള വ്യക്തിയിലുണ്ട്. അതായത് അനാവശ്യമായിട്ട് എനിക്ക് ബോധർ ആവണ്ട. ഇനി ആ ഒരു സാധനം എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഞാൻ വ്യക്തിയായിട്ട്, കാരണം എൻ്റെ പേഴ്സണൽ സ്പേസിലെ ഒരു ഫ്രീഡം സന്തോഷമൊക്കെ അത് കാരണം പോവുകയാണ്. എന്തിനു വെറുതെ ചുമ്മാ അത് ആ വള്ളി പിടിക്കേണ്ട ആവശ്യം എന്താ, വേണ്ട. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. യെസ്. ആൻഡ് ബിഗ് ബോസ് ഷോയിൽ ആ ദിവസം തന്നെ കയറണമെന്ന് ആഗ്രഹിച്ച സായിക്ക് വൈൽഡ് കാർഡ് എൻട്രി ഓപ്ഷൻ എവിടേക്കോ കുറച്ച് സംതൃപ്തി നൽകിയിരുന്നില്ല. ആര് പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ സ്റ്റേറ്റ്മെന്റിനോട് എന്താ പ്രതികരണം? വൈൽഡ് കാർഡ് എൻട്രിയിലെ സംതൃപ്തി ഞാൻ എങ്ങനെ ബിഗ് ബോസിനകത്ത് കയറാൻ കിട്ടുന്ന ചാൻസ് ആർക്ക് എങ്ങനെ കിട്ടിയാലും അവർ കയറി പോകും. ഇല്ലാതെ ഇപ്പോൾ ഒരാളെ ഒഡീഷൻ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കയറൂ എന്ന് പറഞ്ഞിരിക്കൊന്നുമില്ല. അയാൾക്ക് എന്ത് കിട്ടിയാലും അയാൾ കയറി പോകും. എൻഡ് ഓഫ് ദ ഡേ ആ ഷോ ഡിമാൻഡ്സ് മീ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐ നീഡ് ദാറ്റ് ഷോ എന്നാണ്. അതിൽ പോകുന്ന ആളുകളൊക്കെ എനിക്കൊന്ന് വെരി റയർ ആയിട്ടായിരിക്കും ആ ഷോയിലുള്ള ആളുകൾ വേറൊരാളെ പിടിച്ച് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഒഡീഷൻ കൊടുത്ത് അങ്ങോട്ട് വിളിച്ച്, അതാണല്ലോ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ നമ്മൾ പോകില്ലേ. ശരിക്കും എവിടേക്കോ ഡേ 1 മുതലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗെയിം മാറിയായിരുന്നു, ഇങ്ങനെ തന്നെയാവുമായിരുന്നു? ഇല്ല, സെയിം, മാറ്റമൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. അതിലവിടെ കിട്ടുന്ന സപ്പോർട്ടിന് മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഡേ 1 മുതൽ കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവരെ ഒരു ഫിനാലോട്ട് പോകുമ്പോൾ പലപ്പോഴും കമന്റ് ബോക്സിൽ അതൃപ്തി എപ്പോഴും പലപ്പോഴും കാണാറുണ്ടല്ലേ? കമന്റ് ബോക്സ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ PR ബേസ്ഡ് ഒരു സാധനം ഉള്ളത് തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ദർ ഈസ് സർട്ടൻ PR തിങ്സ്. ഈ PR തിങ്സ് ന്യൂട്രൽ ക്രൗഡ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ ആ ഷോ എനിക്ക് തോന്നുന്നത്. ഈ ബിഗ് ബോസ് ചെയ്തിരുന്നു,
നെവർ. എന്റെ PR എന്ന് പറഞ്ഞ സ്നേഹ, ജിത്തുബായ്, പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ്. പെയ്ഡ് എന്റെ കോൺസെപ്റ്റില് നമ്മൾ ആരോട് പറഞ്ഞു പോയാലും അത് PR ആണ്. നമ്മളൊരു 4 ആളോട് പറയുകയാണ്. ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ ആണ് എന്റേത്, സോഷ്യൽ മീഡിയയിൽ എന്റെ ഫ്രണ്ട്സ് ആണ്, അവർ ഹെൽത്തി ഫ്രണ്ട്സ് ആണ്, അവർക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ട് പോയാലും ദാറ്റ്സ് എ കൈൻഡ് ഓഫ് PR. പക്ഷെ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന PR ഈസ് എ ഡിഫറെന്റ് ഡിഫറൻസ് സാധനമാണ്, അത് വേറെ എൻറ്റിറ്റി ആണത്. അപ്പൊ അത് ഡിഫറെന്റ്, ഇത് ഡിഫറെന്റ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ PR ഈസ് എ PR. അത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു എഫക്റ്റ് എന്താണെങ്കിലും ഇതിന് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്. ഇനിയും മേ ബി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഷോക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇതിൻ്റെ ഒതന്റിക് ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ട്. അവരെവിടെ കുത്തുന്നതനുസരിച്ചിരിക്കും, അതനുസരിച്ച് എങ്ങനെ വിലയിരുത്തുന്നു അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അവരുടെ അക്കൗണ്ടാണ് കൂടുതൽ. നമ്മളൊന്നും ചെയ്യാതെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് സായിക്ക് ശത്രുക്കൾ രൂപപ്പെട്ടിരുന്നു. മേ ബി ഉണ്ടാവാം, തോന്നിയിരുന്നു അങ്ങനെ. മേ ബി ലൈക്ക് ആ ഒരു ടൈം ഫ്രെയിമിന് മാത്രം. ഇപ്പൊ ഈ അഭിഷേകിന്റെ കേസ് പോലത്തെ റയർ കേസുകൾ ചിലപ്പോൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് അഭിഷേകിന്റെ കാര്യത്തിൽ അറിയുന്നത് പുറത്തു വന്നിട്ടാണ്, ഈ അഭിഷേകിനെ വരെ തിരിച്ചറിയുന്നതും പുറത്തു വന്നിട്ടാണ് അല്ലെ. പലപ്പോഴും ഇതിന്റെ അകത്ത് നിന്നിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഈ പുറത്ത് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ലൈവിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കും എപ്പിസോഡിൽ വരുന്നത് അല്ലെ, മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നതിന് ഒരു മറുവശം ഉണ്ടെങ്കിൽ അത് സംസാരിക്കുന്നത് വേറെ ആളുടെ അടുത്തായിരിക്കും. ഇങ്ങനെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളൊക്കെ വരുന്നത്. അത്തരത്തിലെ ഏതെങ്കിലും രീതിയിൽ സായിക്ക് എതിർത്ത് നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരുന്നു? ഇല്ല. ഇപ്പൊ ജിൻഡോ കുറെ ഗെയിം കളിച്ചിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞു കളിച്ച കളിയാ. ജിൻഡോ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജിൻഡോനെ കുറിച്ചും പറയും, ജിൻഡോ എന്നെ കുറിച്ചും പറയും. ഇതൊക്കെ നമ്മളിലേക്ക് എത്തും ചെയ്യും. ഞാൻ ജിൻഡോനെ കുറിച്ച് പറഞ്ഞത് ജിൻഡോനും അറിയാം, ജിൻഡോ എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്കും അറിയാം. പക്ഷെ നമ്മള് നേരിട്ടൊരു ഫേസ് ഓഫിന് രണ്ടുപേരും അതിനകത്തൊരു സ്പേസ് കൊടുത്തിട്ടില്ല, രണ്ടുപേരും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓക്കെ. ആൻഡ് ബിഗ് ബോസ് അരച്ചു കലച്ച് കുടിച്ച സായിക്ക് കിട്ടിയ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാഞ്ഞത് ജാസ്മിനും ജിൻഡോയും ഉൾപ്പെടെ സ്ട്രോങ് PR ഉള്ള മത്സരാർത്ഥികളുടെ ഒരു ഓവർ ഇൻവോൾവ്മെന്റ് ആണ് എന്ന് തോന്നുന്നു. ഉപയോഗിച്ചില്ല എന്നാരും പറഞ്ഞു? ഉപയോഗിച്ചോ? പിന്നെ എങ്കിലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പുറത്ത് ഇത്രയും സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ടൈറ്റില് സായി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഞാൻ ഓർഗാനിക് ആയിട്ട് വരുന്ന ആ ടൈറ്റിലിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അല്ലാതെ ബാക്കി കണ്ടസ്റ്റൻസ് അയ്യോ ഞാൻ ടൈറ്റിൽ അടിക്കുമെന്ന് പറഞ്ഞ് പോയിട്ടുള്ള ആ സംസാരം ഞാൻ അതിനകത്ത് സംസാരിച്ചിട്ടില്ല. ശരിക്കും അവർക്ക് എത്രത്തോളം സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ PR ആയിട്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അല്ല സ്ട്രോങ്. ഞാൻ ഒരു കേസ് പറയട്ടെ, ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ കൊടുക്കുന്ന കണ്ടന്റുകളാണ് അവരുടെ സ്ട്രെങ്ത്. അവര് അവിടെ നിന്നുള്ള കണ്ടന്റോ ഗെയിം ചെയ്യുന്ന രീതിയോ എന്ത് തന്നെ ആയാലും ഈ പുറത്ത് അതൊരു മാനദണ്ഡം അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ അത് ഒരു PR-ന്റെ കൂടി ഒരു ബലമാണോ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള PR-ന്റെ ബലമാണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ? PR-ന്റെ ബലത്തിൽ ഒരാൾ സ്ട്രോങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയട്ടെ, ചുമ്മാ ഇപ്പൊ ഞാൻ ഒരു വ്യക്തി, ഞാൻ പോകുന്നു, എന്റെ തോട്ട് ഇതാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇപ്പൊ ടൈറ്റിൽ അടിക്കുന്നതിനേക്കാൾ അതിന് കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ പൈസ പുറത്ത് കൊടുത്ത് PR-ന് കൊടുക്കാൻ കപ്പാസിറ്റി എനിക്കുണ്ട്. ഞാൻ അതിനകത്ത് പോയിട്ട് ഈ മാസ് ക്രൗഡിന് അപ്പീലാവുന്ന രീതിയിൽ ഒരു സാധനം ചെയ്യാതെ ഇരുന്നാലും ഈ PR-നെ രക്ഷിക്കൂ? പലപ്പോഴും ഈ ന്യായീകരിക്കൽ കൂടി നടക്കാറില്ലേ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യത്തിലൊക്കെ? പല കണ്ടസ്റ്റൻസിന് പല എങ്ങനെ ന്യായീകരിക്കും? 24/7 ഉണ്ട്, അതിനകത്ത് സാധനങ്ങൾ കാണും. പക്ഷേ ഈ 24/7 വരെ എഡിറ്റഡ് ആയിട്ടില്ല വരുന്നത് ചില പോർഷൻസ് അല്ല, എല്ലാ ക്യാമും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിലും മാറ്റമില്ല, വെരി മൈനർ സാധനങ്ങൾ മാത്രം. ഈ ഫിസിക്കൽ അസോൾട്ട് മാതിരി മെയിൻ സാധനങ്ങളൊക്കെ എന്താണെങ്കിലും കാണിക്കും, കാണിക്കാതിരിക്കില്ല. പിന്നെ ഇപ്പൊ ടെലിവിഷൻ റൈറ്റ്സിന് അവർക്ക് പ്രശ്നം വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു സ്പേസിൽ വെച്ച് അവർ കട്ട് ചെയ്യും. പക്ഷേ കൂടുതൽ വരുന്ന കണ്ടസ്റ്റൻസിന്റെ സംസാരത്തിൽ നിന്ന് അവിടെ എന്താ നടന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇപ്പൊ സിബിൻ പുറത്തിറങ്ങിയിട്ട് വന്ന പരാമർശങ്ങളിൽ കുറെ കൂടി ക്ലാരിറ്റി കിട്ടുന്നത് 24/7 കാണിച്ചിരുന്ന വിഷ്വൽസ് എല്ലാം അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇല്ലേ? ഇതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഇപ്പൊ സിബിനെ വന്നിട്ട് അവിടെ നിന്ന് തന്നെ പറയുന്നു എനിക്കിത് ഇതിന്റെ ഇഷ്യൂലെ ക്ലാരിറ്റി കമ്മി എന്തുകൊണ്ടാ? 24/7 കൺഫെഷൻ റൂം കാണിക്കില്ല, കുറവാണ്. കാരണം അവര് ഡോക്ടറായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പുറത്ത് കൊണ്ടുപോകുന്നത് കാണിക്കില്ല, ഒരു ജസ്റ്റ് ഒരു ഫ്രെയിം കാണിച്ചിട്ട് അവർ വിടും. പിന്നെ സിബിന്റെ ഫുട്ടേജുകൾ കിടക്കുന്നത് വീട്ടിനകത്താണ്. അതിലെനിക്ക് തോന്നുന്നു മൈക്ക് ഇല്ലാത്ത കുറെ പോർഷൻസ് ആണ്. ജയിലിന്റെ സൈഡിൽ ബീൻ ബാഗ് ഇട്ടിരുന്നതൊക്കെ മൈക്ക് ഇല്ലാത്ത പോർഷൻസ്. അപ്പൊ അതിനകത്ത് പറഞ്ഞ മാതിരി മൈക്കില്ലാതെ എന്താ ഇയാൾ ഇരിക്കുന്നതിന്റെ രീതിയിലുള്ള പോർഷൻസ് ചിലപ്പോൾ കാണിച്ച് കാണില്ല. ഞാൻ ആ പോർഷൻസ് കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ വിഷയം ആക്ച്വലി മെഡിസിനെ പറ്റിയായിരുന്നു. സിബിന് കിട്ടിയത് സൈക്കാട്രിക് ഡ്രഗ് ആയിരുന്നു എന്നുള്ള രീതിയിലേക്ക്, അത് തരാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അവിടെ വന്ന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളോടിയാണ് സായി. ശരിക്കും ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത്രയും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ത് മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ആ കൺസൾട്ടൻസിയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും? ഞാൻ BDS പഠിച്ച ഒരാളാണ്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞത് ഞാൻ പല സാഹചര്യത്തിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുള്ളതായിട്ട് അവർക്ക് ആർക്കും ഫീൽ ആവില്ല.
ഈവൻ ഡോക്ടേഴ്സിനാണെങ്കിൽ ഞാൻ ആ ചാവാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ടൈപ്പാണ്. ഏറ്റവും അറ്റെത്തിക്കും. ഞാൻ എന്നിട്ട് കൺഫെഷൻ റൂമിൽ പോയി തന്നെ പോയി പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊന്ന് സ്നേഹനെ എൻ്റെ അമ്മേനെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ജിത്തുബായിനോട് ചോദിക്കും, ചാവാൻ നേരത്തെ ഞാൻ പറയൂ ഇപ്പൊ ഞാൻ ചാവാനായി, എന്നെ കൊണ്ടുപോകണം. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എനിക്ക് MRI സാധനങ്ങൾ, അതൊക്കെ പിന്നെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ബോഡി ഇളകുന്നതുകൊണ്ട് MRI 45 മിനിറ്റുള്ള 2 മണിക്കൂറായി. പക്ഷെ എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് ആ പെർട്ടിക്കുലർ ഡേയിൽ എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് കറക്റ്റ് MRI എടുത്തു, എൻ്റെ കാര്യം എന്താ നോക്കി, എനിക്ക് ഇത്ര റെസ്റ്റ് പീരീഡ് വേണമെന്ന് പറഞ്ഞു, എനിക്ക് ഫിസിയോതെറാപ്പി ഇത്ര ചെയ്യണം എന്ന് പറഞ്ഞു. വാട്ട്സ് നെക്സ്റ്റ് അത് എൻ്റെ കോളായിരുന്നു. എൻ്റെ കോളാണ് വാട്ട്സ് നെക്സ്റ്റ്. ഇപ്പം എനിക്കറിയാം ഓൾറെഡി 2 കണ്ടസ്റ്റൻസ് പോയിട്ടുണ്ട്. എഗെയിൻ ഞാനും കൂടി പോവാന്ന് പറഞ്ഞത് വേറെ സീനാണത്. ഞാൻ തന്നെ ചൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ അതിനകത്ത് ജിൻഡോ ഉണ്ട്, അത്യാവശ്യം അറിയുന്ന ആളുകളുണ്ട് ഇതിനെ കുറിച്ച്. ജിൻഡോ ഓബിയസ്ലി, പിന്നെ കുറച്ച് യോഗയൊക്കെ അറിയുന്ന ആളുകളുണ്ട്. മേ ബി അകത്ത് പോയാലും അവരൊരു ഹെൽപ്പ് ചെയ്യും. പിന്നെ ബെൽറ്റോ സാധനങ്ങളോ ഒരു ഇമ്പ്രൂവ്മെന്റ് വരാം ഈ സാധനത്തിനകത്ത് എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ അവിടുന്ന് നേരെ അവിടെ ചെല്ലുന്നു, വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷവും എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്കവിടെ മെഡിക്കൽ റൂം ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ കൺഫെഷൻ റൂമിലെ ക്യാമറയിൽ പറഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് അവർ മെഡിക്കൽ റൂമിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും. ഇപ്പം ഞാൻ പറയാറുണ്ട് ചില സമയത്ത് എനിക്ക് മെഡിസിൻസ് പറ്റുന്നില്ല, കാരണം എനിക്ക് തരുന്ന 100 mg അല്ലെങ്കിൽ അതിൽ കൂടുതൽ mgസോ എനിക്ക് വേദന അല്ലെങ്കിൽ ആ സംഗതി പോകുന്നില്ല, എനിക്ക് ഇഞ്ചക്ഷൻ തന്നെ വേണം. അപ്പം നമ്മളത് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവരത് ചെയ്തു തരുന്നുണ്ട്.